അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതിമത ഭേദമന്യം സർവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിശ്വാസികൾ ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ജാറത്തിങ്കൽ അഥവാ മക്കാമില് പട്ടുകൾ വീട്ടു കൊണ്ടുവന്ന് തലയിൽ വെച്ച് ഒഴിയുമ്പോൾ പ്രതീക്ഷിക്കാതെ പണി കിട്ടാം എന്നതാണ്. വിശ്വാസികളിൽ വരുന്ന കാര്യങ്ങളാണ്. യാർത്തിങ്ങത്തെ പട്ട് തലയിൽ വെച്ച് ഒഴിയാനോ കൊടി ഒയ്യാനോ പാടില്ല എന്നല്ല പറയുന്നത്. അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതിന് ശിഫയുണ്ട് എന്ന് 100% ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ മജ്‌ലിസിൽ വന്നാലും ഞാൻ പലവർക്കും ഞാൻ അവിടുത്തെ കൊടി ഒഴിഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ മജ്‌ലിസിൽ ഉള്ള പട്ടുകൾ പട്ടടക്കം ഇവിടെ ഒക്കെ പട്ടുകളുണ്ട്. ഇതൊക്കെ യാർത്തിങ്ങളെ പട്ടാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പട്ടുകളെല്ലാം. നമ്മളതിൽ പല കൊടികളുണ്ട്, പല യാർത്തിങ്ങത്തെ കൊടികളുണ്ട്. ഭീമാപ്പള്ളിക്കത്തെ കൊടിയുണ്ട്, വരൂര് മസ്താമില്ലിയപ്പാൻ്റെ അവിടുത്തെ കൊടിയുണ്ട്, അതുപോലെ പറമ്പുംപള്ളി ഷെയ്ഖ് അലി ബക്കരി റളിയല്ലാഹു അൻഹു പാപ്പാൻ്റെ കൊടിയുണ്ട്. ബദരീങ്ങളുടെ പട്ടുകളുണ്ട്, കുറേ മഹാന്മാരുടെ പട്ടുകളുണ്ട്. ഭീമാപ്പള്ളി പല സ്ഥലങ്ങളിലെ പട്ടുകളുണ്ട്. പെട്ടെന്ന് നമുക്ക് തന്നെ പറയുമ്പോൾ ശംസുലുലമയുടെ കൊടിയുണ്ട്. അങ്ങനെ കുറേ മഹാന്മാരുടെ കൊടികളും പട്ടുകളും നമ്മുടെ മജ്‌ലിസിലുണ്ട്. നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാറുള്ളത് തന്നെയാണ്. ഒഴിഞ്ഞു കൊടുക്കണ്ട എന്നതല്ല നമ്മൾ പറയുന്നത്. അതിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന പണിയെക്കുറിച്ചാണ് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഈ പട്ടു ഒയ്യുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ചിലവർക്ക് നല്ല പ്രയാസങ്ങളുണ്ടാവും. ശരീരത്ത് പല അസുഖങ്ങളുണ്ടാവാം, സാധാരണ രോഗങ്ങളുണ്ടാവാം, പൈശാചികമായി രോഗങ്ങളുണ്ടാവാം. അപ്പോൾ എൻ്റെ ശരീരത്തുള്ള എൻ്റെ തലവേദന, അലീൻ്റെ പനീൻ്റെ അസുഖങ്ങൾ മാറണേ, അതല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള എൻ്റെ കണ്ണേറ് പിരാക്ക് സഹറ ശൈത്താനത്തോണ്ടെങ്കിൽ മാറണേ എന്നുള്ളൊരു ഇതിലാണ് ഒരാൾ പട്ട് തലയിൽ വെച്ചിട്ട് ഒഴിയുന്നത്. നല്ല കാര്യമാണ്. ആ മഹാന്റെ ബറക്കത്ത് കൊണ്ടത് മാറും, ഷിഫയാവും. പിന്നെ എന്തുകൊണ്ടാണ് പണി കിട്ടും എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ടാണ് ഇത് മാറുന്നത് എന്ന് നമുക്കറിയാം, മാറുമെന്നും നമുക്കറിയാം. അതിനോടുള്ള ഈമാൻ കൊണ്ട് തന്നെ, വിശ്വാസം കൊണ്ട് തന്നെയാണ് നമ്മൾ യാർത്തിങ്ങ പോയാൽ അവിടുത്തെ യാർത്തിൻ്റെ മുകളിൽ കിടക്കുന്ന കൊടിയെടുത്തിട്ട് അതല്ലെങ്കിൽ പട്ട് എടുത്തിട്ട് നമ്മൾ ഒഴിയുന്നു, അവിടെ വെക്കുന്നു. ചിലവർ ബറക്കത്തിന് വേണ്ടി പട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്, കൊടികൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ അങ്ങനെ നമ്മളെ മജ്‌ലിസിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇന്നപോലെ മജ്‌ലിസില്ലാതെയും ചികിത്സ ചെയ്യാത്ത ആൾക്കാരും ചിലർ വിശ്വാസികൾ കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ അവർ എന്തായാലും വീട്ടിലുള്ള ആർക്കെങ്കിലും പനിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ പൈശാചികമായ അസുഖങ്ങളുണ്ടെങ്കിൽ അവർ ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് മാറണേ എന്നുള്ള നെയ്യത്തോടു കൂടി ഒഴിയുന്നുണ്ട്. നല്ലത് തന്നെയാണ്. പക്ഷെ പണി കിട്ടുക എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവരെ ബറക്കത്ത് കൊണ്ടാണ് മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവരെ ബറക്കത്ത് കൊണ്ട് മാറണം എന്നുള്ള ഇതിലാണ് നമ്മളവരെ പട്ടെടുത്ത് ഒഴിയുന്നു, അല്ലെങ്കിൽ കൊടിയെടുത്തിട്ട് ഒഴിയുന്നു. നമ്മളിത് തലയിൽ വെക്കുമ്പോൾ അവരുടെ ബറക്കത്ത് കൊണ്ട് തന്നെ വേറെ ഒന്ന് സംഭവിക്കാം. ഇളകാം. പൈശാചികമായിട്ടൊരു ശൈത്താനുള്ള ഒരാളുടെ ശരീരത്തിൽ, ആളുടെ തലയിൽ അവിടുത്തെ ആ മഹാന്റെ കൊടി, ഏത് മഹാനായിക്കോട്ടെ, ഒക്കെ കഴിവുള്ളവർ തന്നെയാണ്. ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ, ഒന്നിനൊന്നിന് കഴിവുകൾ കൂടുതലുള്ള ആൾക്കാരായിരിക്കും. എല്ലാവർക്കും അതിൻ്റെതായ കഴിവുണ്ട്. ആരും സാധാരണക്കാരനല്ല, നിസ്സാരക്കാരനല്ല. എല്ലാ മഹാന്മാർക്കും കഴിവുണ്ട്. ഇപ്പോൾ ബദരീങ്ങളുടെ പട്ടാണെങ്കിൽ ശരി, ബദരീങ്ങളെ പട്ട് എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ബദരീങ്ങളില്ല ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ 313 ആളാണ്. നമ്മുടെ നാട്ടിലുണ്ട് ബദരീങ്ങൾ. നമ്മുടെ നാട്ടിൽ, ഇവിടെ അല്ല, നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ ബദരീങ്ങളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, കൊയിലാണ്ടി പാറപ്പള്ളി തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു ബദരീങ്ങളാണ്.
അപ്പോൾ അവിടെ നിന്നൊക്കെ പോയാൽ ഉണ്ടാവും, അവിടുത്തെ പട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ബദരീങ്ങളെ പട്ടു ചിലപ്പോൾ അവിടെ പോയിട്ട് കൊണ്ടുണ്ടാവുക, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഉഴിയുമ്പോൾ അവരുടെ ബറക്കത്ത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇളകാം. അപ്പോൾ നമ്മൾ മാറാൻ ചെയ്യുന്നത് ചിലപ്പോൾ അവരെ ബറക്കത്ത് കൊണ്ടാണ് അത് ഇളകുന്നതും, കഴിവില്ലാതല്ല. അവരെ ബറക്കത്ത് കൊണ്ട് അവരുടെ സാധനം മഹാന്റെ, ആ മഹാന്മാരുടെ ഏത് മഹാനാണെങ്കിലും ആ മഹാന്റെ പട്ട് തലയിൽ വെക്കുന്ന സമയത്ത് ഈ ദേഹത്തുള്ള പൈശാചികമായി ബുദ്ധിമുട്ടുള്ള ഈ ഒരു മനുഷ്യൻ്റെ ദേഹത്ത് ഉള്ള ശൈത്താനിക്ക് ഒരു മൂർത്തി, ആ ഒരു വ്യക്തിയുടെ ദേഹത്ത് ചിലപ്പോൾ ഭദ്രകാളി ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ചൊല്ലഭദ്രകാളി, അല്ലെങ്കിൽ നാഗയക്ഷി, അല്ലെങ്കിൽ ബ്രഹ്മരസസ്, ചാമുണ്ടി, കരിങ്കുട്ടി, ചാത്തൻ, മായച്ചാത്തന, കുട്ടിച്ചാത്തന, കരിഞ്ചാത്തന, ഏതേലും ഒന്ന് അതിൻ്റെ ദേഹത്തുണ്ടെങ്കിലും അതതിന് പ്രതികരിക്കും. ഇത് വെക്കുമ്പോൾ അവർക്കത് സഞ്ചാരം വരും. അവർക്ക് സഞ്ചാരം വരുമ്പോൾ എന്ത് ചെയ്യും? അവരിളകും. അവരെ പ്രതികരണം, അവരുടെ ശരീരത്തിൽ നിൽക്കാൻ പറ്റാത്ത ഇത് മഹാന്റെ പട്ട് വെക്കുമ്പോൾ അവർക്കത് സുഖം നല്ല. നമ്മുടെ ദേഹത്ത് വെക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, സാധാ തുണി വെച്ച പോലെ തന്നെ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ ശൈത്താനുള്ളവൻ്റെ ദേഹത്ത് വെക്കുമ്പോൾ അത് എന്ത് ചെയ്യും? അവനിക്കത് സഞ്ചാരമാണ്. കാരണം ശൈത്താനിക്കത് സഞ്ചാരമാണ്. ഒരു മഹാന്റെ ഒരു ഖുർആനോത്തും അതുപോലെ മഹാന്മാരുടെ പട്ടും അവർക്കത് സുഖമല്ല. നമ്മുടെ സുഖം അവർക്ക് കിട്ടില്ല. അവർക്കത് എന്ത് ഉണ്ടാവുക? അവർക്കൊരു സഞ്ചാരം ഉണ്ടാവുക. കാരണം അവർക്ക് തീ പൊള്ളുന്നത് പോലുള്ള സഞ്ചാരങ്ങളാണ് അവർക്ക് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ മജ്‌ലിസിൽ തന്നെ വന്നിട്ട് ഇളകുമ്പോൾ പറയും, അധികം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എൻ്റെ കാല് പൊള്ളുന്നു, ശരീരമൊക്കെ ആകെ ഇതാവുന്നു എന്നൊക്കെ ശൈത്താന്മാർ തന്നെ പറയുന്നുണ്ട്. കാരണം എന്താ? നമ്മുടെ മജ്‌ലിസിൽ നമ്മുടെ പല മഹാന്മാരും വന്നു പോകുന്നുണ്ട്. നമ്മുടെ മജ്‌ലിസിലുള്ള പട്ടുകൾ അതുപോലുള്ള പ്രത്യേകതകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് സഞ്ചാരം ഉണ്ടാവും. മഹാന്മാർ വരുമ്പോൾ അവർക്ക് സഞ്ചാരം ഉണ്ടാവും. മഹാന്മാരുടെ പട്ട് വെക്കുമ്പോൾ അവർക്ക് സഞ്ചാരം ഉണ്ടാവും. നമ്മുടെ മജ്‌ലിസിൽ പലരും പലതും പറയാറുണ്ട്. പൊള്ളുന്നു എന്ന് പറയുന്നവരുണ്ട്, കാല് കുത്താൻ പറ്റുന്നില്ല, ആകെ സഞ്ചാരം അടിക്കുന്നു, തീ പൊള്ളുന്നത് പോലെ എന്നൊക്കെ പറയുന്ന ഇളകുന്ന പല രോഗികളുമുണ്ട്. കാരണം നമ്മുടെ മഹാന്മാരുടെ ഹലർത്താണ് നമ്മൾ ഏർവാടി, ഭീമാപ്പള്ളി, ആറ്റിങ്ങര, സിക്കന്ദർമല, കാഞ്ഞിരമുറ്റം, അങ്ങനെ തുടങ്ങിയ കുറേ മഹാന്മാരുടെ മുച്ചീരപ്പാപ്പാൻ്റെ ഒക്കെ മജ്‌ലിസാണ് നമ്മുടെ. അപ്പോൾ അവർക്ക് സഞ്ചാരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിലേക്ക് പോവല്ല. അപ്പോൾ ഈ കൊടി വെക്കുമ്പോൾ അല്ലെങ്കിൽ പട്ട് വെക്കുമ്പോൾ ഇവർക്ക് സഞ്ചാരങ്ങൾ ഉണ്ടാവാം. അവർക്കത് പ്രതികരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഇളക്കിപ്പോവും. അത് നമ്മൾ സൂക്ഷിക്കണം. ശൈത്താനെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശൈത്താനെ ഇളക്കിയാൽ പോവില്ല. അതിന് ഞാൻ ഒരാളോട് ഇതേമാതിരി പറയണ്ടായി. ഒരാൾ, നമ്മുടെ ആളെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല, ഒരു വ്യക്തി, അതിന് മനസ്സിലാക്കിയാൽ മതി, സാധാരണക്കാരനാണ്, നമ്മുടെ ചികിത്സാ രീതികളൊന്നും പഠിക്കാത്തൊരു വ്യക്തിയാണ്. ആ ആൾ ഒരു സാധാരണ കച്ചവടക്കാരനാണ്. എല്ലാ സിയാറത്തിനും പോവാറുണ്ട്. മഹാന്മാരൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളാണ്. സിയാറത്തിന് പോകുന്ന ആളാണ്. പട്ടൊക്കെ ഓരോരുത്തരും കൊണ്ടുവരും, വീട്ടിൽ വെക്കുകയൊക്കെ ചെയ്യും. മൂപ്പരെ കുടുംബത്തിൽ ആരൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഈ പട്ട് കൊണ്ടിട്ട് തലയിൽ വെച്ചിട്ട് പോയില്ല. ഒരു വലിയ സീരിയസ് എന്ന രീതിയും അതിനാണ്, വലിയ ഒരു കാട്ടലാണ് മൂപ്പര്. അങ്ങനെ എല്ലാവരും ഇത് പോയിട്ട് വലിയ ആളാവാൻ നോക്കുന്ന ഒരു പരിപാടി ഉണ്ട് മൂപ്പർക്ക്. ആളങ്ങനെ ചെയ്യലുണ്ട്. ആളും ഞാൻ പറയണ്ടായി, എല്ലാവരും തലയിൽ വെച്ചിട്ട് ഒഴിയുന്ന ഒരു പരിപാടി ഉണ്ട്. അത് സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ അറിവ് നമ്മൾ പറയാണ്. ചിലപ്പോൾ മഹാന്റെ ബർക്കത്ത് കൊണ്ട് മാറാനാണ് ഉദ്ദേശിച്ചിട്ടാണ് ഒഴിയുന്നത്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ആളെ ഇളകി കഴിഞ്ഞാൽ ശൈത്താനെ എന്ന് പറഞ്ഞ ശൈത്താനെ പോലെ അതിനെ ഒഴിവാക്കാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ കുടുങ്ങിപ്പോവും. ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ഉരിഞ്ഞ് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ഇട്ടിട്ട് ഇയാൾക്ക് പോരാൻ പറ്റുമോ? നാട്ടിലും നല്ലുള്ളില്ലേ? അപ്പോൾ അറിയാത്ത പടിക്ക് നിൽക്കരുത് കേട്ടോ എന്ന് ഞാൻ പറയുന്നുണ്ടായി. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കളയാം. ഒരാളുമ്മാട് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു സീരീസൊക്കെ പോയി ഒരു വീട്ടിൽ ഇളകിയിട്ട് ഇളക്കൊന്നും നിർത്താതെ നമ്മൾ എന്നാൽ ശരിയിട്ടാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ലാതെ സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ മുട്ടിറക്കുമ്പോഴാണ് ഇളകുന്നത്. ഈ ഇളകി കഴിഞ്ഞിട്ട്, ഇളകിക്കൊണ്ടിരിക്കുന്ന ആളാച്ച കുഴപ്പമില്ല, നമ്മൾ ചെന്നിട്ട് നമ്മൾ മുട്ടിറക്കുമ്പോൾ ഇളകി കഴിഞ്ഞാൽ നമ്മൾ അതവിടെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? ഈ ഇളകി തന്നെ ഒരു തീരുമാനം എടുക്കണ്ടേ? അതിന് നമുക്ക് കൂട്ടിയേ പറ്റണ്ടേ? ഇല്ലെങ്കിൽ ഈ പണിക്ക് വെക്കാൻ പറ്റുമോ? അതാണ് നമ്മളൊക്കെ ഇളകണമെന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇളക്കി പറയിപ്പിച്ച് പൂർണ്ണമായി ഒഴിവാക്കലാണ് നമ്മളതായ രീതികൾ. നമുക്ക് ചികിത്സ ചെയ്താൽ തന്നെ ഇളകി പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു റാഹത്തുണ്ടാവും. പക്ഷേ ചിലവർക്ക് ഇളകുന്ന പേടിയുള്ളവരുണ്ട്, ചിലവർ അടക്കം വെക്കുക. നമ്മളോട് അടക്കം വെക്കണ പരിപാടിയില്ല, പൂർണ്ണമായിട്ട് മാറ്റുന്ന പരിപാടിയാണ്.
ഞാൻ പറഞ്ഞു വന്നത് മഹാമാരിയുടെ പട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉറിയുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം എന്നതാണ്. ഇളകാം. അത് അവരെ ബർക്കത്ത് കൊണ്ട് തന്നെ ശൈത്താനിക്ക് നിൽക്കാൻ പറ്റാത്ത സഞ്ചാരം വരുമ്പോൾ ഇളകുന്നതാണ്. അത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അല്ല വേറെ ഒന്നുമല്ല. പട്ട് ഒഴിയണത് നല്ലതാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഒഴിയണത് നല്ലതാണ്. പൈശാചികമായ പ്രശ്നങ്ങൾക്കും അല്ലാത്ത രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. ഒഴിയുമ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. വിളക്കാൻ തേച്ചത് വേണ്ടായി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ നല്ലത് ഉദ്ദേശിക്കും, പക്ഷെ അങ്ങനെ ഇളകാം. ഇളകിക്കൊള്ളുന്നില്ല, ഇളകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ പ്രശ്നമുള്ളവർക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഒഴിയാം. പക്ഷേ വല്ലാതെ പൈശാചികമായി പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് വീട്ടിലുള്ള, നല്ല പൈശാചികമായിട്ട് പ്രശ്നം ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ ആളെ ഒഴിയാതിരിക്കലാണ് നന്നായിരിക്കും. കാരണം ഇളകാൻ സാധ്യത ഉണ്ട്. ഇളകുമെന്ന് ഉറപ്പ് നമ്മൾ പറയുന്നില്ല, സാധ്യത ഉണ്ട്. അപ്പോൾ ഇളകി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇടങ്ങറാവില്ലേ? അതിനൊരു മുൻകരുതൽ മാത്രം. അല്ലാതെ ഇപ്പോൾ ഒരു പനി എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മഹാന്മാരുടെ ഇപ്പോൾ യാറങ്ങളിലത്തെ എണ്ണ ഉപയോഗിക്കുക, അതുപോലെ പട്ട് കൊണ്ട് ഒഴിയുക, അവിടുത്തെ ചരട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കെട്ടുക, അല്ലെങ്കിൽ പട്ടിൻ്റെ കഷ്ണമൊക്കെ കെട്ടി കൊടുക്കണം. ഒക്കെ നല്ല കാര്യമാണ്. ഒക്കെ നല്ലതാണ്. ഇസ്ലാമികപരമായിട്ടൊക്കെ നല്ലത് തന്നെയാണ്. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. നമ്മൾ മഹാന്മാരായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. നമ്മുടെ അഭിപ്രായത്തിൽ നല്ല കാര്യമാണ്. എത്ര വലിയ പാമ്പ് കടിച്ചതിനും പുത്തമ്പള്ളി പാപ്പാൻ്റെ എണ്ണ ബെസ്റ്റ് സാധനമാണ്. ഭീമപള്ളി മച്ചാൻ്റെ എണ്ണ ഭയങ്കര ബെസ്റ്റാണ്. പല അനുഭവങ്ങളും ഉള്ളതാണ് കൊണ്ടാണ് നമ്മൾ അവരെ എടുത്തു പറയുന്നത്. അതുപോലെ പല മഹാന്മാർ അവിടുന്ന് വെള്ളം, പുത്തമ്പള്ളി പാപ്പ ആൻ്റെ അവിടുത്തെ വെള്ളം, പുത്തമ്പള്ളി പാപ്പ പുതിയ വെള്ളമാണ്. ഇപ്പോഴും ആൾക്കാർക്ക് ചരിത്രം അറിയില്ല, നമ്മളെ ഇതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഉപ്പാപ്പാൻ്റെ ഹയാത്ത് കാലത്ത് ഉപ്പാപ്പ പുതിയ വെള്ളമാണ്. അപ്പോൾ അതിനൊക്കെ ഷിഫയുണ്ട്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ചെയ്യുക. പക്ഷേ ഇങ്ങനെ ഇളകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പൈശാചികമായ പ്രശ്നമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അത് ഒഴിയാതിരിക്കലായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് എന്തെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ 95 62 23 41 28. അപ്പോൾ വിളിച്ചിട്ട് വരിക. നമ്മൾ വടകരയിലുണ്ട്, മുള്ളൂർക്കരയിലുണ്ട്, 2 സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണെന്നൊക്കെ വിളിച്ചിട്ട് വരിക. പിന്നെ നേരിട്ട് വരാതെയും കണക്ക് നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പരിഹാരത്തിന് നേരിട്ട് വന്നാൽ മതിയാവും ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോയുമായി കാണാം.